അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് 3ാം ക്ലാസ്സിൽ ക്രിസ്മസ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ആദ്യം നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബോക്സിൽ ഏതെങ്കിലും ഇൻറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പേഴ്സ് കൊടുക്കും. ഇങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. അതിന് മോഡലായിട്ടായിരിക്കും അതിൻ്റെ താഴെ കൊടുക്കുക. ആരെങ്കിലും അനുവും ചിഹ്നവും കൂടെ ഇങ്ങനെ അനുവിൻ്റെ കിട്ടിയ കാർഡാണിത്, അപ്പോൾ ഉത്തരം കിട്ടിയത് മറ്റാളെ കാർഡും കൂടെ യോജിപ്പിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. 3 × 6, പിന്നെ 4 × 4, അങ്ങനെ 4 നമ്പേഴ്സ് കൊടുത്തിട്ട് വെക്കുക. എന്നിട്ട് താഴെ ഒരു ബോക്സ് എങ്ങാനും തരും, അല്ലെങ്കിൽ ചിലപ്പോൾ യോജിപ്പിക്കാനായിരിക്കും കേട്ടോ. താഴെ ഉത്തരങ്ങൾ തന്നിട്ട് ചില സമയം യോജിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നിട്ട് താഴെ ബോക്സിൽ ഉത്തരങ്ങൾ ഓർഡർ തെറ്റിച്ചിട്ട് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, അത് 3 × 5 എത്രയാ? 15 ആണ്. അപ്പോൾ ഇവിടെ 15 ഉണ്ടല്ലോ. അപ്പോൾ 15 ഇങ്ങോട്ട് എടുത്തെഴുതുക. ഇനി ചേരുമ്പടി ചേർക്കാനാണെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനി 10 × 2 20 അല്ലേ, അപ്പോൾ അതവിടെ എഴുതുക, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ മക്കൾ ഈ ഒരു ആൻസർ ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഒരു ടൈം തരും. ഞാൻ 9:30 എടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ മക്കളോടൊരു ക്ലോക്ക് വരച്ചിട്ട് അടയാളപ്പെടുത്താൻ പറയും, അല്ലെങ്കിൽ ചോദ്യ പേപ്പറിൽ തന്നെ ഉണ്ടാവും, ക്ലോക്ക് വരച്ചിട്ടുണ്ടാവും, നിങ്ങൾ അടയാളപ്പെടുത്തിയാൽ മതി. അപ്പോൾ സപ്പോസ് വരയ്ക്കാനാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ഒരു വള എന്തെങ്കിലും കയ്യിൽ കരുതി വെക്കുക കേട്ടോ. നല്ല വട്ടം നല്ല കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് 12 മുകളിൽ, അതിന് നേരെ താഴെയായിട്ട് 6 കൊടുക്കുക. പിന്നെ ഇതാ നടുഭാഗത്ത് ഇവിടെ 3, അതിന് നേരെ 9 കൊടുക്കുക. എന്നാൽ പിന്നെ അതിൻ്റെ നടുക്ക് ഒരു ഇടവേള ഇട്ടിട്ട് ഇങ്ങനെ എഴുതാൻ സിമ്പിളാണ് അല്ലേ. 1 2, ഇവിടെ 3 കഴിഞ്ഞാൽ 4 5, ഇവിടെ 7 8, ഇവിടെയോ 10 11, എന്നിട്ട് നടുക്കൊരു കുത്തിടുക. എന്നിട്ട് 9:30 ആണല്ലേ പറഞ്ഞത്. അപ്പോൾ ചെറിയ സൂചി 9 നേരെ വരയ്ക്കുക. 30 പറയുമ്പോൾ 6 അല്ലേ, അതെങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാലോ. പിന്നെ മിനിറ്റ് സൂചി നോക്കുന്ന സമയത്ത് ഇത് 5 10 15 20 25 30, അങ്ങനെ 16 വരെയാണ് കേട്ടോ നോക്കുക. ചില സമയങ്ങളിൽ ക്ലോക്കിൽ വരച്ചിട്ട് ആ ടൈം കാണിക്കും, ടൈം ഏതാന്ന് എഴുതാൻ പറയും. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് വരയ്ക്കുക കേട്ടോ. വരച്ചിട്ട് ഞാനൊരു ടൈം കാണിക്കാം. ഇങ്ങനെയാണെന്ന് വെച്ചോളി. അപ്പോൾ ചെറിയ സൂചി 1ന് നേരെയല്ലേ, അപ്പോൾ 1, ഇതെത്രയാ? 8ന് നേരെ വരുമ്പോൾ 5 10 15 20 25 30 35 40. അപ്പോൾ 1:40 അല്ലേ, 1:40. അങ്ങനെയല്ലേ വരിക. പിന്നെ ഇതിൽ തന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരാൾ യാത്ര തുടങ്ങിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിക്ചർ വരയ്ക്കാൻ തുടങ്ങിയത് ഒരു ഇന്ന ടൈമിനാണ്, 10:30ക്കാണ്. വരച്ച് കഴിഞ്ഞത് അല്ലെങ്കിൽ പിന്നെ പോയി വന്നത് എത്രയ്ക്കാണ്? 12-നാണ് അല്ലേ, 12 മണിക്കാണ്. അപ്പോൾ എത്ര ടൈം എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം വരും. അതെന്തായാലും പ്രതീക്ഷിക്കുക കേട്ടോ. അപ്പം മക്കൾ എന്ത് ചെയ്യുക, ഈ 30ലേക്ക് ഈ 30യിലേക്ക് ഈ 11 ആവണമെങ്കിൽ ഇവിടെ 10:30 അല്ലേ, 10:30 അല്ലേ. അപ്പോൾ ഈ 10നെ 11 ആക്കണമെങ്കിൽ ഈ 30 എന്താവണം? 60 ആവണം അല്ലേ, 60 ആവണം. അപ്പോൾ ഇതിലേക്ക് എത്ര കൂട്ടണം? 30. അപ്പോൾ ഇവിടെ എത്രയായി? ഇത് 11 ആയേ. ഇനി 11നെ 12 ആക്കണമെങ്കിലോ 1 മണിക്കൂറാണ് അല്ലേ. അപ്പോൾ 1 ഹവറും 30 മിനിറ്റ്സുമാണ് എടുത്തിട്ടുള്ളത്. ഇനി വേറെ ഒന്നും കൂടെ നോക്കാം. 12:20 ആണ് സ്റ്റാർട്ടിങ് ടൈം, 4 മണിയാണ് തീരുന്ന ടൈം. അപ്പം നമുക്ക് എത്ര ടൈം എടുത്തിട്ടുണ്ടെന്ന് എങ്ങനെ നോക്കാം? ആദ്യം 12നെ തൊട്ടടുത്ത മണിക്കൂറിലേക്ക് അല്ലേ, തൊട്ടടുത്ത സമയത്തേക്ക് ആക്കണമെങ്കിൽ ഈ 20ലേക്ക് 60 ആവാൻ എത്ര വേണം? 40. അത് അവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ എത്രയായി ഇവിടെ? 40 കൂട്ടുന്ന സമയത്ത് ഇവിടെ 1 ആയി അല്ലേ, 1 o'clock ആയി, 1 മണിയായി. പിന്നെ 4 മണിയിലേക്ക് 2 3 4 അല്ലേ, 3 മണിക്കൂറാണ് പിന്നെ ഉള്ളത്. അപ്പോൾ 3:40. മനസ്സിലായോ?
വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. കുറച്ച് പാക്കറ്റുകളോ അതിലുള്ള വിത്തുകളോ അല്ലെങ്കിൽ ഒരു പാക്കറ്റിലുള്ള പേനകളോ എന്തെങ്കിലും തരും. അപ്പോൾ ഫസ്റ്റ് കുട്ടിക്ക് ക്ലിയർ കുറവുണ്ടല്ലേ. ഫസ്റ്റ് കുട്ടിക്ക് 5 പേനകളാണ് വേണ്ടത്. ഒരു പേനയ്ക്ക് എത്രയാണ്? 6 രൂപ അല്ലേ? എണ്ണം, നമ്പർ, അതുപോലെ തന്നെ രൂപ. അപ്പോൾ 6 രൂപയാണ്. ഫസ്റ്റത്തെ കുട്ടിക്ക് 5 എണ്ണം വേണം, 6 രൂപ. രണ്ടാമത്തെ കുട്ടിക്കോ 8 എണ്ണം വേണം, 6 രൂപ തന്നെ അല്ലേ. പിന്നെ മൂന്നാമത്തെ കുട്ടിക്ക് 4 എണ്ണം വേണം. അപ്പോൾ രൂപ ഇവിടെ തന്നില്ല, ഇങ്ങനെ ഡേഷാണ്, മക്കൾക്ക് അറിയാമല്ലേ. പേനയുടെ വില 6 തന്നിട്ടുണ്ട്, 6 എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം? അപ്പോൾ ആകെ ഓരോരുത്തർക്കും എത്ര രൂപയായിട്ടുണ്ടെന്ന് നോക്കാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യണം? 5 പേനകളും ഒരു പെന്നിന് 6 രൂപയാണെങ്കിൽ 5 × 6 എത്രയാ? 30, 30 ആണ്. 8 6 5 8 40, 6 8 എത്രയാണ്? 48. പിന്നെ 4 6 24. ഇങ്ങനെ കണ്ടുപിടിച്ച് എഴുതണം. എന്നിട്ട് ആർക്കാണ് കൂടുതൽ? അപ്പോൾ രണ്ടാമത്തെ കുട്ടിക്കൊരു പേരുണ്ടാവും. ആർക്കാണ് കൂടുതൽ? 48 അല്ലേ, രണ്ടാമത്തെ കുട്ടിക്കാണ് കൂടുതൽ. അങ്ങനെ എഴുതാനുണ്ടാവും കേട്ടോ, അങ്ങനെ കണ്ടുപിടിക്കാനുണ്ടാവും. നെക്സ്റ്റ് മക്കൾ നോക്കി വെക്കേണ്ടത് ഒരു കലണ്ടർ തരും. ഇപ്പോൾ കലണ്ടർ തന്നിട്ട് ഒരു എക്സാമ്പിളിന് പറയാം. ചില സമയം നിങ്ങളോട് മന്ത് ചോദിക്കും, മാസം ചോദിക്കുന്ന സമയത്ത് ഇവിടെ മുകളിലാണ് മാസം ഉണ്ടാവുക കേട്ടോ, മന്ത് ഉണ്ടാവുക. ഡിസംബർ മലയാളം മീഡിയക്കാർക്കാണെങ്കിൽ മലയാളത്തിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും, ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും. അതിനുശേഷം ഇവിടെ ഈ ഭാഗത്ത് മലയാള മാസം ഉണ്ടാവും, മലയാള മാസം. ഇവിടെ അറബിക് മാസം ഉണ്ടാവും. അപ്പോൾ ചില സമയത്ത് ഈ കലണ്ടറിലെ മലയാള മാസം ഏതെന്ന് വയ്ക്കുമ്പോൾ ഇവിടെയുള്ള മാസങ്ങൾ എഴുതുക, അറബിക് മാസം ചോദിക്കുമ്പോൾ ഇവിടെയുള്ള മാസങ്ങൾ എഴുതുക. കൂടുതലായിട്ടും മലയാള മാസങ്ങളായിരിക്കും ചോദിക്കാം. ഇനി ഇവിടെ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം വരെ, ബാക്കി വെള്ളി ശനി അവിടെ ഉണ്ടെന്ന് കൂട്ടുക കേട്ടോ. അപ്പോൾ ഇവിടെ ചൊവ്വ 2 എന്ന് വെക്കുക. ഇത്രയാണ് തന്നത്. ബാക്കി കലണ്ടർ ഫുള്ളായിട്ടുണ്ട്, 2 ചൊവ്വ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് പറയാം ഇവിടെ 2 കഴിഞ്ഞാൽ അടുത്ത ഇവിടുത്തെ സംഖ്യ ഏതായിരിക്കും? 7 കൂട്ടുമ്പോൾ 9 ആയിരിക്കും. പിന്നെ 7 കൂട്ടുമ്പോൾ 16 ആയിരിക്കും. പിന്നെ 7 കൂട്ടുമ്പോൾ എത്രയാണ്? 23 ആയിരിക്കും. ഇങ്ങനെ പോകൂലേ. അപ്പം നമ്മളോട് ചോദിക്കും ചിലപ്പോൾ രണ്ടാമത്തെ ചൊവ്വാഴ്ച ഏതാണ്? അപ്പം നിങ്ങൾ എന്ത് പറയും? ഇത് ഫസ്റ്റ് ചൊവ്വ, ഇത് രണ്ടാമത്തെ ചൊവ്വ. ഇനി ചിലപ്പോൾ മൂന്നാമത്തെ ബുധൻ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ താഴോട്ട് മൂന്നാമത്തത്. ഇനി ഞായറാണ് 5-മത്തത് ചോദിക്കുകയാണെങ്കിൽ 4-മത്തെ ചോദിക്കുകയാണെങ്കിൽ ഞായറാഴ്ച താഴോട്ട് നോക്കാം. അടുത്തത് കലണ്ടറിൽ തന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ഇത്രയും ഭാഗം മാത്രം തന്നിട്ടുണ്ടാവും, ഇങ്ങനെ 4 കള്ളികൾ തന്നിട്ടുണ്ടാവും. നടുക്കത്തെ ഡേറ്റും ഇട്ടിട്ടുണ്ടാവും. ഇനി ഈ ബാക്കി ഭാഗങ്ങളിലെ ഡേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം, തീയതികൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിളാണ് അല്ലേ. ഇവിടെ 15 ആണ്, ഇവിടെ 17 ആണ്, തൊട്ട് ബാക്കിലുള്ളതും തൊട്ട് മുൻപിലുള്ളതും. പക്ഷേ മുകളിലും താഴെയുള്ളത് എങ്ങനെയാണ് എഴുതുക? താഴെയുള്ളത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാഴ്ചയിൽ 7 ദിവസമാണുള്ളത്. അപ്പോൾ 16നോട് 7 കൂട്ടണം, 16നോട് 7 കൂട്ടുന്ന സമയത്ത് അടുത്തത് 23 ആയിരിക്കും അല്ലേ, 4ഉം 3ഉം. പിന്നെ അപ്പം മുകളിലത്തത് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ 7 കൂടുതലുള്ള ഇതുണ്ടാവുക. അപ്പം നമ്മൾ ഇതിൽ നിന്ന് 7 കുറയ്ക്കണം, അപ്പം 9 ആയിരിക്കും. ഇനി അതുപോലെ തന്നെ വേറെ ഒന്നും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ തന്നിട്ടുണ്ട്, ഇവിടെ 9 തന്നതെന്ന് വെക്കുക. അപ്പോൾ മുകളിൽ ഏതായിരിക്കും? 7 കുറച്ചത്, ഇവിടെ 7 കൂട്ടിയത് അല്ലേ. ഇവിടെ 8, ഇവിടെ 10. മനസ്സിലായോ? പിന്നെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉള്ളത് ഒരു സ്കൂളിലെ പരിപാടിയോ അല്ലെ എന്തെങ്കിലും ഒരു പരിപാടിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ആദ്യത്തെ വരിയിൽ ആദ്യം 5 വരിയിലായിട്ട് 6 കസേര, ഓരോ വരിയിൽ 6 കസേര വീതം വെച്ചു. പിന്നെ അത് തികയാതെ വന്നപ്പം 4 വരിയും പിന്നെയോ ഓരോ വരിയിലും 6 കസേര തന്നെയല്ലേ,
അങ്ങനെ വെച്ചു. അപ്പോൾ ആദ്യം എത്ര ഉണ്ടായിരുന്നു എന്ന്, ആദ്യം എത്ര കസേര ഉണ്ടായിരുന്നു എന്ന് കാണാൻ ഇതും ഇതും തമ്മിൽ ഇൻറ്റു ചെയ്യുക, ഗുണിക്കുക. എത്രയാ? 30, 30. പിന്നെ അത് തികയാതെ വന്നപ്പോഴോ 4 6 24. 4 6 24. അപ്പോൾ മൊത്തം എത്ര കസേരയായെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടുക. എത്ര വരികളുണ്ടെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടുക. അപ്പോൾ ഏകദേശം മക്കൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമ്പേഴ്സ് തന്നിട്ട് ചിലപ്പോൾ അത് വേർഡ്സിൽ എഴുതാൻ പറയൂ കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് മക്കൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക.